ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒളിമ്പസിൻ്റെ ഒരു പുതിയ ക്യാമറ OM1 20.4 മെഗാ പിക്സൽ മൈക്രോ ഫോർ തേർഡ് ക്യാമറയെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ക്യാമറ സാധാരണഗതിയിൽ നമ്മൾ ഈ മൈക്രോ തേർഡ് സെൻസർ ക്യാമറ ഉപയോഗിക്കുമ്പോൾ അതിൽ ഏറ്റവും സവിശേഷത കൂടിയ ഒരു ക്യാമറയാണ് ഒളിമ്പസിൻ്റെ OM1 എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് മറ്റുള്ള ക്യാമറകളെ വെച്ച് നോക്കുമ്പോൾ മൈക്രോ തേർഡ് സെൻസർ ക്യാമറയിൽ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സ് ഇതാദ്യമായിട്ടാണ് ഒളിമ്പസ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒളിമ്പസ് ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. കമ്പനി OM സിസ്റ്റം ബ്രാൻഡിൻ്റെ കീഴിലുള്ള ആദ്യത്തെ 20 MB ഫെലോഷിപ്പ് മൈക്രോ ഫോർ തേർഡ് സെൻസർ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറയുടെ ഈ പേര് തന്നെ ഒളിമ്പസിൻ്റെ ഐക്കണിക് ആയിട്ടുള്ള OM1 ഫിലിം ക്യാമറയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പേരാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 50 വർഷം മുമ്പ് അവതരിപ്പിച്ച ഈ ക്യാമറയുടെ ഒരു അതിനൂതനമായിട്ടുള്ള ഒരു പുതിയ വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. എന്നിരുന്നാലും ഇതിൻ്റെ രൂപകൽപ്പനയും സവിശേഷതയും EM1 Mark III പോലുള്ള അതിൻ്റെ സമീപകാലത്തെ മൈക്രോ ഫോർ തേർഡ് സെൻസർ മുൻഗാമിയോട് കൂടുതൽ സാമ്യമുള്ളതാണ്. ഒരു ട്രൂപിക് എക്സ് ഡ്യുവൽ കാർഡ് പ്രോസസ്സറാണ് ഈ ഒരു ക്യാമറയ്ക്ക് ഒളിമ്പസ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല മൈക്രോ ഫോർ തേർഡ് സ്റ്റാക്ഡ് CMOS സെൻസറാണ് കോറായിട്ട് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. സെൻസറിൻ്റെ ഓരോ പിക്സൽ സ്ഥാനത്തും 4 ഫോട്ടോ ഡയോഡുകൾ അവതരിപ്പിക്കുന്നു. ഇത് ഓരോ പിക്സലിനെയും എക്സ് ടൈപ്പ് ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് സംഭാവന ചെയ്യാൻ അനുവദിപ്പിക്കുന്നു. ക്യാമറയ്ക്ക് അതിൻ്റെ മെക്കാനിക്കൽ ഷട്ടർ ഉപയോഗിച്ച് സെക്കൻഡിൽ 10 ഫ്രെയിമുകൾ നേടാനാകുന്നു. എന്നാൽ ഇത് ഇലക്ട്രോണിക് ഷട്ടർ ഉപയോഗിക്കുമ്പോൾ 120 FPS കുതിക്കുകയും ചെയ്യുന്നു. ഓട്ടോ ഫോക്കസിലുള്ള പിന്തുണയും 50 FPS വരെ ഓട്ടോ ഫോക്കസ് എക്സ്പോഷറും ഈ ഒരു ക്യാമറ നമുക്ക് നൽകുന്നു. ഇതിന് 60 FPS വരെ 4K വീഡിയോയും 240 FPS വരെ ഫുൾ HD വീഡിയോയും എടുക്കാനാവും. 240 FPS ഫുൾ HD എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയ്ക്കും സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കൂടെ പകർത്താൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊരു സവിശേഷത. ആന്തരികമായി ക്യാമറയ്ക്ക് H.264 8-bit വീഡിയോ അല്ലെങ്കിൽ H.265 10-bit വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഒരു എക്സ്റ്റേണൽ റെക്കോർഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതിന് റോ ഒരു 12-bit അല്ലെങ്കിൽ 4:4:4 വീഡിയോ ഔട്ട്പുട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഈ ഒരു ക്യാമറയിൽ നമ്മൾ 10-bit മോഡിൽ ഉപയോഗിക്കുമ്പോൾ HDR DPകൾക്കായുള്ള ഹൈബ്രിഡ് ലോഗ് ഗാമ വീഡിയോ, OMDSൻ്റെ പുതിയ OM ലോഗ് ഫോർമാറ്റ് മറ്റുമൊക്കെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും. ഇതിൽ ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ സ്ഥിരതയുള്ളത് കൊണ്ട് തന്നെ ലെൻസുമായി നമ്മൾ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് നിലനിർത്താനും 8 സ്റ്റോപ്പുകൾ വരെ എക്സ്പോഷർ കോമ്പോസിഷൻ വാഗ്ദാനം ചെയ്യുന്ന ഒരു 5 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. 50 MB വരെ ഹാൻഡ് ഹെൽഡ് ഇമേജുകൾ എടുക്കാനും കഴിയും. ഫോർമുല കാറുകൾ, മോട്ടോർ സൈക്കിൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ട്രെയിനുകൾ, പക്ഷികൾ എന്നിവയ്ക്കായി OM1 AI പരിശീലിത ഓട്ടോ ഫോക്കസ് മോഡുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. 1053 ക്രോസ് ടൈപ്പ് ഫേസ് ഡിറ്റക്ഷനുകൾ ഈ ഒരു ക്യാമറയിൽ നമുക്ക് ലഭ്യമാണ്. ലൈവ് ND ഉൾപ്പെടെയുള്ള മൾട്ടി ഷോട്ട് കമ്പ്യൂട്ടേഷൻ മോഡുകളുടെ ഒരു ശ്രേണിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്നിലധികം ചിത്രങ്ങൾ എടുക്കുന്നത് അവയെ സംയോജിപ്പിച്ച് ഒരു ചിത്രത്തിലേക്ക് ചേർക്കുന്നതിനും ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്ററിനൊപ്പം സ്ലോ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രഭാവം നൽകുന്നു. ഇതിലെ ലൈവ് ND ഇപ്പോൾ സിമുലേറ്റഡ് NDയുടെ 6 സ്റ്റോപ്പുകൾ വരെ വാഗ്ദാനം ചെയ്യുന്നു. മുൻ മോഡലുകളിൽ നിന്നുമുള്ള മറ്റ് ക്യാപ്ചർ മോഡലുകൾ ദൈർഘ്യമേറിയ എക്സ്പോഷർ ഷോട്ടുകളെ ഹൈലൈറ്റുകൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ലൈവ് കോമ്പോസിറ്റ് മോഡ്, ഫോക്കസ് സ്റ്റാക്കിംഗ് മോഡ്, ഒന്നിലധികം എക്സ്പോഷറുകളുടെ ഉയർന്ന DR, ഒരു സ്റ്റാൻഡേർഡ് ഡൈനാമിക് റേഞ്ച് ഇമേജിലേക്ക് ടോൺ മാപ്പ് ചെയ്യുന്നതിനുള്ള ബിൽറ്റ് ഇൻ HDR മോഡ് എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറയുടെ വേഗത്തിലുള്ള റീഡ് ഔട്ടും കൂടുതൽ ശക്തമായ ട്രൂപിക് എക്സ് പ്രോസസ്സറിൻ്റെ ആ ഒരു സംയോജനവും ഈ മോഡലുകളിൽ എല്ലാം തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് തരുന്നതിന് വാഗ്ദാനം ചെയ്യുന്നു. 1120 FPS റിഫ്രഷ് റേറ്റുള്ള 5.76 m OLED സ്ക്രീനാണ്
ഇതിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതേസമയം 3 ഇഞ്ച് പൂർണ്ണമായും വ്യക്തമാക്കുന്ന 1.62 എം ഡോട്ട് ടച്ച് സ്ക്രീനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അഴുക്കും പൊടിയും നീക്കം ചെയ്യുന്നതിനായി സെക്കൻഡിൽ 30,000 തവണയിൽ കൂടുതൽ ഷട്ടറിൻ്റെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർസോണിക് വേവ് ഫിൽട്ടർ ഈ ഒരു ക്യാമറയിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 UHS-II HD കാർഡ് സ്ലോട്ടുകൾ വാഗ്ദാനം ചെയ്യുന്നു. ക്യാമറയ്ക്ക് ഏകദേശം 135 mm വീതിയും 92 mm ഉയരവും 73 mm ഘനവുമുണ്ട്. ബോഡിക്ക് മാത്രമായി ഏകദേശം 551 ഗ്രാം ഭാരവുമുണ്ട്. 2022 മാർച്ച് ആദ്യം $2,199 ബോഡിക്ക് മാത്രമായി വില നിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ പുതിയ MCUCO ഡിജിറ്റൽ ED 1280mm Pro 3 ലെൻസിനൊപ്പം ഇതൊരു കിറ്റായി $2,799 ലഭിക്കും. പവർ ബാറ്ററി ഹോൾഡർ, വയർലെസ് റിമോട്ട് കൺട്രോൾ, റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ചാർജർ എന്നിവ പോലുള്ള മറ്റ് ആക്സസറികൾ ക്യാമറ ലോഞ്ച് ചെയ്യുമ്പോൾ ലഭ്യമാകുന്നു. ഇന്ത്യയിൽ ഈ ഒരു ക്യാമറയ്ക്ക് ഏകദേശം ബോഡിക്ക് മാത്രം 2 ലക്ഷം രൂപ വില വരും. അതേപോലെ തന്നെ ബോഡിയോട് കൂടി ആ ഒരു കിറ്റ് ലെൻസും കൂടെ നമുക്ക് വേണമെങ്കിൽ ഏകദേശം 2,85,000 രൂപ ആ ഒരു റേഞ്ചിൽ വില വരുന്ന ഒരു മികച്ച 20.4 മെഗാ പിക്സൽ മൈക്രോ ഫോർ തേർഡ് സെൻസർ ക്യാമറയാണ് OM1 എന്ന് പറയുന്നത്. OM1 കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇതിനു മുമ്പ് ഉള്ള വീഡിയോകൾ ആരും ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോകളെല്ലാം കാണണം. തുടർന്നും എൻ്റെ വീഡിയോകൾ കണ്ട് എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവ് ചെയ്ത് പരിഗണിക്കുക. Until then, take care, stay safe.